Hello friends, myself Rino Mariam. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2024 UPSC പ്രിലിംസിന് വന്നിരിക്കുന്ന ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജോഗ്രഫി ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, ഇനി ഇത്തരം ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ലോജിക്കൽ തിങ്കിങ് ഉണ്ടെങ്കിൽ അതും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒരു GK ക്വസ്റ്റ്യൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ വേൾഡ് മാപ്പിങ്ങിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ദ ലോങ്സ്റ്റ് ബോർഡർ ബിറ്റ്വീൻ എനി ടു കൺട്രീസ് ഇൻ ദ വേൾഡ് ഈസ് ബിറ്റ്വീൻ. അതായത് ലോകത്തിലെ ലോങ്സ്റ്റ് ബോർഡർ ഏതൊക്കെ രാജ്യങ്ങൾക്ക് ഇടയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേൾഡ് മാപ്പിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ആൻസർ കാനഡ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. കാരണം നമുക്കറിയാം നോർത്ത് അമേരിക്ക എന്ന കോണ്ടിനെൻറ്റിൻ്റെ വെസ്റ്റേൺ സൈഡ് മുതൽ ഈസ്റ്റേൺ സൈഡ് വരെ നീണ്ടു കിടക്കുന്ന ബൗണ്ടറിയാണ് കാനഡ US-ൻ്റെ ഇടയിലുള്ള ബൗണ്ടറി എന്ന് പറയുന്നത്. സോ ദിസ് വിൽ ബി ദ ലാർജസ്റ്റ് ബൗണ്ടറി ബിറ്റ്വീൻ ടു കൺട്രീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വേൾഡ് മാപ്പ് ഒന്ന് എടുത്ത് നോക്കാം. നിങ്ങളിവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോർത്ത് അമേരിക്ക കാണാനായിട്ട് സാധിക്കും. ഈ നോർത്ത് അമേരിക്കയുടെ വെസ്റ്റേൺ സൈഡ് തുടങ്ങി ഈസ്റ്റേൺ സൈഡ് വരെ ഈ ബൗണ്ടറി ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട്. ഇത് കൂടാതെ ഈ ഒരു ഭാഗം അലാസ്ക എന്ന് പറയുന്ന റീജിയൻ US-ൻ്റെ കീഴിലാണ് വരിക. അപ്പോൾ ഈ അലാസ്കയുടെ ഇടയിലും കാനഡ US ബൗണ്ടറി വരുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബൗണ്ടറി അവിടെയാണ് വരുന്നത്. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് അർജൻറ്റീനയും ചിലിയാണ്. അർജൻറ്റീനയും ചിലിയും തമ്മിൽ ഇത്രയും ബൗണ്ടറിയേ വരുന്നുള്ളൂ. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ചൈന ഇന്ത്യയാണ്. ചൈന ഇന്ത്യ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മുടെ ലഡാക്ക് മുതൽ ഉത്തരാഖണ്ഡ് വരെ വരുന്നുണ്ട്. പിന്നെ അടുത്ത ബൗണ്ടറി വരുന്നത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലാണ്. അതിനിടയിൽ UP ബീഹാറിൻ്റെ ഭാഗത്തായിട്ട് ബൗണ്ടറി വരുന്നത് നേപ്പാളുമായിട്ടാണ്. അപ്പോൾ അതൊരു ചെറിയ ബൗണ്ടറിയാണ്. ഓക്കെ, ഇനി വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കസാക്കിസ്ഥാനും റഷ്യയും. അതും നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ബൗണ്ടറിയാണ് ബിറ്റ്വീൻ കസാക്കിസ്ഥാൻ ആൻഡ് റഷ്യ. ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ലോജിക്ക് ഇത്രയേ ഉള്ളൂ. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേൾഡ് മാപ്പിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ വേണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കാനഡ US ബൗണ്ടറി എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിൻ്റെ വെസ്റ്റ് മുതൽ ഈസ്റ്റ് വരെയാണെങ്കിൽ അതായിരിക്കും ലാർജസ്റ്റ് അല്ലെങ്കിൽ ലോങ്സ്റ്റ് ബൗണ്ടറി എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, Red Sea receives very little precipitation in any form. ഓക്കെ, ഇപ്പോൾ ഇവിടെ റെഡ് സീനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് റിസീവ്സ് വെരി ലിറ്റിൽ precipitation in any form. No water enters the Red Sea from rivers. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് NCERT ആണ്. NCERTയിൽ സലൈനിറ്റി ഓഫ് ദ ഡിഫറെൻറ്റ് റീജിയൻസ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ഓഷ്യനോഗ്രഫിയിലാണ് വരിക. അവിടെ സലൈനിറ്റി ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് റെഡ് സീക്ക് സറൗണ്ടിങ് ഓഷ്യൻസിനേക്കാളും സലൈനിറ്റി കൂടുതലാണ്. അത് കാരണം അവിടെ പ്രസിപ്പിറ്റേഷൻ കുറവാണ്. റെഡ് സീ ഇരിക്കുന്നത് സബ് ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡിലാണ്. സബ് ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡിൻ്റെ പ്രത്യേകത ഉണ്ടാവും, അവിടെയാണ് ഡെസേർട്സ് ഉണ്ടാവുക. കാരണം അവിടെ പ്രസിപ്പിറ്റേഷൻ കുറവാണ്. അങ്ങനെ നോക്കിയാൽ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇത് കുറച്ച് ട്രിക്കി ആണ്. ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് ഇതാണ് റെഡ് സീയുടെ പൊസിഷൻ. നിങ്ങൾ ഈ കാണുന്ന മാപ്പിൽ റെഡ് സീ ഇവിടെയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ അറേബ്യൻ പെനിൻസുല. ഓക്കെ, ഇപ്പുറത്ത് നിങ്ങൾ കാണുന്നതാണ് സഹാറ ഡെസേർട്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് റെഡ് സീയിലോട്ട് റിവേഴ്സ് വന്ന് ചേരുന്നില്ല എന്നാണ്. അപ്പോൾ കുറേ പേര് വിചാരിക്കും അതെങ്ങനെ ശരിയാകും, ഒരു റിവറെങ്കിലും വന്ന് ചേരണ്ടേ എന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങളിവിടെ നോക്കിക്കേ, ഇപ്പുറത്തെ സൈഡിൽ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ റെഡ് സീ ഈസ് സഹാറ ഡെസേർട്ട്, ഈസ്റ്റേൺ പാർട്ട് ഈസ് അറേബ്യൻ പെനിൻസുല. രണ്ടും ഡെസേർട്ടിക് പോർഷൻസ് ആണ് ഭൂരിഭാഗം. അപ്പോൾ അവിടെ നദികൾക്കുള്ള ചാൻസ് വളരെ കുറവാണ്. അതായത് ഡെസേർട്ടിനിടയിലാണ് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെഡ് സീ ഇരിക്കുന്നത് സബ് ട്രോപ്പിക്കൽ റീജിയനിലാണ്. അപ്പോൾ സബ് ട്രോപ്പിക്കൽ റീജിയനിൽ പൊതുവെ മഴ കുറവാണ്, ഡ്രൈ റീജിയൻസ് ആണ്, ഡെസേർട്ടിക് റീജിയൻസ് ആണ്. അങ്ങനെ ഈ റിവറിനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും
സ്റ്റേറ്റ്മെൻറ്റും ശരി ആണ്. ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ എന്താ, വിച്ച് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, 1ഉം 2ഉം കറക്റ്റാണ്. സോ അവർ ആൻസർ വിൽ ബി ഓപ്ഷൻ സി, ബോത്ത് 1 and 2. അതാണ് ആൻസർ. അപ്പോൾ ഇവിടെ കുറച്ച് ലോജിക് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈ ആൻസർ ഈസിലി കിട്ടും. ഇനി പക്ഷേ ബേസിക് നോളജ് വേണം കേട്ടോ. സബ് ട്രോപ്പിക്കൽ റീജിയൻ എന്താണ്, സബ് ട്രോപ്പിക്കൽ റീജിയനിലാണ് റെഡ് സീ ഇരിക്കുന്നത്, ഈ ഒരു അറിവ് വേണം, എന്നാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. തേർഡ് ക്വസ്റ്റ്യൻ, ദ അറ്റ്മോസ്ഫിയർ ഈസ് ഹീറ്റഡ് മോർ ബൈ ഇൻകമിങ് സോളാർ റേഡിയേഷൻ ദാൻ ടെറസ്ട്രിയൽ റേഡിയേഷൻ. അപ്പോൾ ഇവിടെ പറയുന്നത് അറ്റ്മോസ്ഫിയർ ഈസ് മെയിൻലി ഹീറ്റഡ് ബൈ ഇൻകമിങ് സോളാർ റേഡിയേഷൻ എന്നാണ്, ദാൻ ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമ്മുടെ ക്ലൈമറ്റോളജിയിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ, ക്ലൈമറ്റോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട് എർത്ത് ഈസ് മേജർലി ഹീറ്റഡ് അപ്പ് ബൈ ടെറസ്ട്രിയൽ റേഡിയേഷൻ. അത് മാത്രമല്ല, ഇറ്റ് വാസ് എ പ്രീവിയസ് ഇയർ UPSC ക്വസ്റ്റ്യൻ. മുൻപ് UPSC ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, എർത്ത് മേജർലി, എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് ഹീറ്റ് ചെയ്യപ്പെടുന്നത്, അത് ടെറസ്ട്രിയൽ റേഡിയേഷനും കൊണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി കാർബൺ ഡയോക്സൈഡ് ആൻഡ് അതർ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആർ ഗുഡ് അബ്സോർബേഴ്സ് ഓഫ് ലോങ് വേവ് റേഡിയേഷൻ. അത് ശരിയാണ്. കാരണം നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തൊരു കാര്യമാണ്, സോളാർ ഇൻസൊലേഷൻസ് എന്ന് പറയുന്നത് ഷോർട്ട് വേവ് റേഡിയേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സോളാർ ഇൻസൊലേഷൻസ് നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസിന് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം എന്താ, അവ ഷോർട്ട് വേവ്സ് ആണ്. ഷോർട്ട് വേവ് റേഡിയേഷന് എനർജി കൂടുതലായിരിക്കും. എനർജി കൂടുതലാണെങ്കിൽ അത് അബ്സോർബ് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കില്ല, നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയ കാർബൺ ഡയോക്സൈഡ് പോലെയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസിന് സാധിക്കില്ല. അപ്പോൾ അത്തരം സോളാർ റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യുന്നത് എർത്താണ്. എർത്ത് ഇതിനെ അബ്സോർബ് ചെയ്തിട്ട് തിരിച്ച് റേഡിയേറ്റ് ചെയ്യും. അത് റേഡിയേറ്റ് ചെയ്യുന്നത് ടെറസ്ട്രിയൽ റേഡിയേഷൻസിൻ്റെ രൂപത്തിലാണ്. ഈ ടെറസ്ട്രിയൽ റേഡിയേഷൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ലോങ് വേവ് റേഡിയേഷൻസ് ആണ്. ലോങ് വേവ് റേഡിയേഷൻസിൻ്റെ പ്രത്യേകത എന്താ, എനർജി കുറവാണ്. എനർജി കുറവായതുകൊണ്ട് തന്നെ കാർബൺ ഡയോക്സൈഡ് പോലെയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസിന് ഇതിനെ അബ്സോർബ് ചെയ്യാൻ സാധിക്കും. ഇത് അവർ അബ്സോർബ് ചെയ്തിട്ട് അവർ ഇതിനെ എമിറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ഹീറ്റ് ആവുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ബുക്കിൽ എടുത്തു പറയുന്ന ഒരു കാര്യം. അങ്ങനെയെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ശരിയാണ്. എർത്ത് ഈസ് മേജർലി ഹീറ്റഡ് അപ്പ് ബൈ ടെറസ്ട്രിയൽ റേഡിയേഷൻ. കാരണം ടെറസ്ട്രിയൽ റേഡിയേഷൻ ലോങ് വേവ് റേഡിയേഷൻസ് ആണ്. ലോങ് വേവ് റേഡിയേഷൻസിന് എനർജി കുറവാണ്. പക്ഷെ നിങ്ങളിവിടെ വേറൊരു എക്സെപ്ഷൻ ഉണ്ട്, വാട്ടർ വേപ്പർ. വാട്ടർ വേപ്പറിൻ്റെ പ്രത്യേകത, ഇറ്റ് ക്യാൻ അബ്സോർബ് ബോത്ത് സോളാർ റേഡിയേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. വാട്ടർ വേപ്പറിനൊരു എക്സെപ്ഷനാണ്. വാട്ടർ വേപ്പറിന് വേണമെങ്കിൽ സോളാർ റേഡിയേഷൻ അബ്സോർബ് ചെയ്യാം, ടെറസ്ട്രിയൽ റേഡിയേഷൻ അബ്സോർബ് ചെയ്യാം. പക്ഷേ ഇവിടെ എടുത്തു പറയുന്നത് കാർബൺ ഡയോക്സൈഡ് പോലെയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസിന് അവർക്ക് ടെറസ്ട്രിയൽ റേഡിയേഷനാണ് എന്ത് ചെയ്യാൻ കഴിയുക, അബ്സോർബ് ചെയ്യാനായിട്ട് കഴിയുക. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് ഇൻ ദ റെസ്പെക്ട് ഓഫ് എബവ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് 1 റോങ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 റൈറ്റ് ആണ്. സോ ദി ആൻസർ ഈസ് സ്റ്റേറ്റ്മെൻറ്റ് 1 is incorrect but statement 2 is correct. So our option is option D. Next question. Consider the following statements. Thickness of troposphere at equator is much greater as compared to the polar region. ഇതും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇതും NCERT ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ട്രോപ്പോസ്ഫിയറിന് ഹൈറ്റ് കൂടുതലാണ് ഇക്വറ്റോറിയൽ റീജിയനിൽ കമ്പയറിങ് ടു പോളാർ റീജിയൻ. അത് ശരിയാണ്. കമ്പയറിങ് ടു പോളാർ റീജിയൻ, ഇക്വറ്റോറിയൽ റീജിയനിൽ എന്ത് കൂടുതലാണ് എന്ന്, ട്രോപ്പോസ്ഫിയറിന് ഹൈറ്റ് കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഇക്വേറ്ററിൽ ഹൈറ്റ് കൂടുന്നത്? കാരണം ഇക്വേറ്ററിൽ കൺവെക്ഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൺവെക്ഷണൽ കറൻസ് നടക്കുന്നുണ്ട്. കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അപ്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് എയർ. അപ്പോൾ അപ്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് എയർ മോളിക്യൂൾസ് നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എർത്തിൻ്റെ സർഫസ് ഹീറ്റാവും. എർത്തിൻ്റെ സർഫസ് ഹീറ്റായി കഴിയുമ്പോൾ എർത്തിൻ്റെ സർഫസിനോട് ചേർന്നിരിക്കുന്ന ഗ്യാസ് മോളിക്യൂൾസ് എക്സ്പാൻഡ് ചെയ്യും. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറയുമ്പോൾ അത് മുകളിലോട്ട് മൂവ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കൺവെക്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ കൺവെക്ഷൻ നടക്കുമ്പോൾ ഗ്യാസ് പാർട്ടിക്കിൾസ് മുകളിലോട്ട് മൂവ് ചെയ്യും. അങ്ങനെ മുകളിലോട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ട്രോപ്പോസ്ഫിയറിൻ്റെ എക്സ്റ്റൻഷൻ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അറ്റ് ദി ഇക്വേറ്റർ ഹീറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ഗ്രേറ്റർ ഹൈറ്റ്
ബൈ സ്ട്രോങ് കൺവെക്ഷണൽ കറണ്ട്. ആ കൺവെക്ഷണൽ കറണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് മുകളിലോട്ട് പോകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഗ്യാസ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസും മുകളിലോട്ട് പോകും. അതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിൻ്റെ എക്സ്റ്റൻഷൻ, എസ്പെഷ്യലി ട്രോപ്പോസ്ഫിയറിൻ്റെ എക്സ്റ്റൻഷൻ കൂടും ഇക്വറ്റോറിയൽ റീജിയനിൽ. എന്നാൽ പോളാർ റീജിയനിലോ അവിടെ ചൂട് കുറവാണ്, അപ്പോൾ അവിടെ കൺവെക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ട്രോപ്പോസ്ഫിയറിന് അവിടെ ഹൈറ്റ് കുറവാണ്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആൻസർ എന്ത് വരും? ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സ്പ്ലെയിൻസ് സ്റ്റേറ്റ്മെൻറ്റ് 1. സ്റ്റേറ്റ്മെൻറ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ എക്സ്പ്ലനേഷനാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. Next question. Consider the following: pyroclastic debris, ash, dust, nitrogen compounds, sulfur compounds. How many of the above are products of volcanic eruption? അപ്പോൾ ഇതൊരു ലോജിക്കൽ ക്വസ്റ്റ്യനാണ്. ഇത് ബുക്കുകളിലൊന്നും തരണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇതൊരു ലോജിക്കൽ ക്വസ്റ്റ്യൻ, പക്കാ ലോജിക്കൽ ക്വസ്റ്റ്യൻ. അതായത് വോൾക്കാനിക് ഇറപ്ഷൻ നടന്നാൽ അവിടെ എന്തൊക്കെ പുറത്ത് വരാം? ഒന്ന് പൈറോക്ലാസ്റ്റിക് ഡെബ്രിസ്. ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പൈറോ എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ എന്നാണ് അർത്ഥം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പൈറോലൈസിസ്, കേട്ടിട്ടുണ്ടോ? പൈറോലൈസിസ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് മെറ്റീരിയൽസ് ഹൈ ടെമ്പറേച്ചറിൽ ഡിസ്ട്രോയ് ചെയ്യുന്ന മെത്തേഡാണ്, അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്യുന്ന മെത്തേഡാണ് പൈറോലൈസിസ്. അപ്പോൾ പൈറോ എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിനേ ഉള്ളൂ. അപ്പോൾ പൈറോക്ലാസ്റ്റിക് ഡെബ്രിസ് എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിലുള്ള മെറ്റീരിയൽസ്. വോൾക്കാനിക് ഇറപ്ഷനിൽ പുറത്തു വരുന്നത് ലാവ, അതുപോലെ തന്നെ ഹീറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. സോ പൈറോക്ലാസ്റ്റിക് ഡെബ്രിസ് ഉണ്ടാവും. ആഷ്, ഡസ്റ്റ് ഉറപ്പായിട്ടും ഉണ്ടാവും. ഇനി നൈട്രജൻ, സൾഫർ കോമ്പൗണ്ട്സ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു പ്ലാസ്റ്റിക് പേപ്പർ കത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു വുഡ് കത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ വെഹിക്കിൾ എമിഷൻസ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിൽ കമ്പഷൻ നടക്കുമ്പോൾ, ഈ സമയങ്ങളിലെല്ലാം ഒരുപാട് എ വൈഡ് വെറൈറ്റി ഓഫ് കോമ്പൗണ്ട്സും ഗ്യാസ് മോളിക്യൂൾസും പുറത്തോട്ട് പോകുന്നുണ്ട്. അതിൽ ഉറപ്പായിട്ടും സൾഫർ, നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ഉണ്ടാവാം. നൈട്രസ് ഓക്സൈഡ് ഉറപ്പായിട്ടും ഉണ്ടാവും, നൈട്രജൻ ഡയോക്സൈഡ് ഉറപ്പായിട്ടും ഉണ്ടാവും, സൾഫർ ഡയോക്സൈഡ് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇത് എല്ലാം തന്നെ ഉണ്ടാവും. ആൻസർ ഓൾ 4 ആണ്. ഇതൊരു കോമൺ സെൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് സ്വാഭാവികമായിട്ട് ഒരു സാധനം കത്തിച്ച് കഴിഞ്ഞാൽ അവിടെ ആഷും ഡസ്റ്റും നൈട്രജൻ കോമ്പൗണ്ട്സും സൾഫർ കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്? ഓക്കെ, കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് inference or inferences from isothermal maps in the month of January. ജാനുവരി മാസത്തിലെ ഐസോതേംസിൻ്റെ മാപ്പാണ്. ഓക്കെ, അപ്പോൾ ആ മന്ത് ഒന്ന് നോക്കിയേക്കണം. ദ ഐസോതേംസ് ഡീവിയേറ്റ് ടു ദ നോർത്ത് ഓവർ ഓഷ്യൻസ് ആൻഡ് സൗത്ത് ഓവർ കോണ്ടിനെൻറ്റ്സ്. അതായത് ഇവർ പറയുന്ന ജാനുവരി മാസത്തിൽ ഐസോതേംസ് ഓഷ്യൻസിൽ നോർത്തിലോട്ടും കോണ്ടിനെൻസിൽ സൗത്തിലോട്ടും മൂവ് ചെയ്യും എന്നാണ്. ഇത് ശരിയാണ്. കാരണം ജാനുവരി എന്ന് പറയുമ്പോൾ ഇതാണ് ഐസോതേംസ് ഡ്യൂറിങ് ജാനുവരി. ജാനുവരി എന്ന് പറയുമ്പോൾ അത് വിൻ്റർ സീസണാണ്. നമുക്കറിയാം വിൻ്റർ സീസണിൽ ലാൻഡിനായിരിക്കും ടെമ്പറേച്ചർ കുറവ്, ലാൻഡിന് ടെമ്പറേച്ചർ കുറവായിരിക്കും. എന്നാൽ ഓഷ്യൻ എങ്ങനെയായിരിക്കും? ഓഷ്യന് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ലാൻഡിന് ടെമ്പറേച്ചർ കുറവും ഓഷ്യന് ടെമ്പറേച്ചർ കൂടുതലാണ്. കാരണം ഇറ്റ് ഈസ് ജാനുവരി. ജാനുവരി മീൻസ് ദ വിൻ്റർ സീസൺ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. സ്വാഭാവികമായിട്ടും ലാൻഡിന് ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് തന്നെ ഐസോതേംസ് എല്ലാം ഇവിടെ താഴോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ ഐസോതേംസ് എങ്ങനെ മൂവ് ചെയ്തേക്കുന്നത്? താഴോട്ടേക്കാണ് മൂവ് ചെയ്തേക്കുന്നത്. എന്നാൽ കമ്പയറിങ് ടു ലാൻഡ്സ്, ഓഷ്യൻസ് ഹാവിങ് ഹയർ ടെമ്പറേച്ചർ ഡ്യൂറിങ് വിൻ്റർ സീസൺ. കാരണം നമുക്കറിയാം ഓഷ്യൻസിന് ഒരു മോഡറേറ്റിംഗ് എഫക്റ്റ് ഉണ്ട്. ഓഷ്യൻസിന് മോഡറേറ്റിംഗ് എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഡ്യൂറിങ് വിൻ്റർ സീസൺ ഓഷ്യൻ വിൽ റെക്കോർഡ്സ് ഹയർ ടെമ്പറേച്ചർ ദാൻ ലാൻഡ്. ലാൻഡിനേക്കാളും ടെമ്പറേച്ചർ കൂടുതലായിരിക്കും ഓഷ്യനിൽ. അങ്ങനെയെങ്കിൽ ഓഷ്യനിൽ ഐസോതേംസ് നോർത്ത് വേർഡ് മൂവ് ചെയ്യും. അവിടെ ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പോൾ ഓഷ്യൻസിൽ നിങ്ങളിവിടെ നോക്കി അറ്റ്ലാന്റിക് ഓഷ്യനിൽ കാണാൻ പറ്റും. അറ്റ്ലാന്റിക് ഓഷ്യനിൽ ഐസോതേംസ് നോർത്തിലോട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിൽ ഐസോതേംസ്, അത് കോണ്ടിനെൻ്റ് ആയതുകൊണ്ട് ഐസോതേംസ് താഴോട്ടാണ് ഇരിക്കുന്നത്. പസഫിക് ഓഷ്യൻ എടുത്താലും സ്ലൈറ്റ്ലി നോർത്തിലോട്ടാണ് ഐസോതേംസ് ഇരിക്കുന്നത്. അപ്പോൾ ഓഷ്യൻസിൽ ടെമ്പറേച്ചർ കൂടുതലാണ് വിൻ്റർ സീസണിൽ. സോ isotherms shift northward in oceans, and comparing to oceans, continents records lower temperature. So isotherms are moving southwards in
കോണ്ടിനെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആണ് എന്ന് വിചാരിക്കും. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ അവിടെ ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ പ്രസൻസ് ഓഫ് കോൾഡ് ഓഷ്യൻ കറൻറ്റ്സ്, ഗൾഫ് സ്ട്രീം, North Atlantic drift make North Atlantic Ocean colder and the isotherms bend towards the north. ഞാൻ ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ, ഐസോതേംസ് നോർത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക ടെമ്പറേച്ചർ കൂടുമ്പോഴാണ്. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ, കോൾഡർ എന്ന് പറഞ്ഞാൽ കോൾഡർ അല്ല, വാർമർ ആണ്. അപ്പോൾ അത് തെറ്റാണ്, ദിസ് ഈസ് റോങ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഗൾഫ് സ്ട്രീം, നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ്, ഇത് രണ്ടും കോൾഡ് ഓഷ്യൻ കറണ്ട് അല്ല, ഇവ വാം ഓഷ്യൻ കറണ്ട് ആണ്. അപ്പോൾ ഇവിടെ രണ്ട് പേഴ്സ്പെക്റ്റീവും തെറ്റാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഗൾഫ് സ്ട്രീം ആൻഡ് നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് ആർ വാം ഓഷ്യൻ കറണ്ട്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനിൽ ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ടാണ് ഐസോതേംസ് നോർത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. കുറവാണ്, കോൾഡർ ആണെങ്കിൽ അത് സൗത്തിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. സോ ഇൻ ദിസ് പെർസ്പെക്റ്റീവ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് റോങ്. സോ ചൂസ് ദി കറക്റ്റ് ആൻസർ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ആൻസർ ഇസ് only one. Option A, only one only. Option A, one only is the answer. Okay, next question. Which of the following countries are well known as the two largest cocoa producer in the world? ലോകത്തിലെ ലാർജസ്റ്റ് കൊക്കോ പ്രൊഡ്യൂസർ. ഇത് കറണ്ട് അഫയേഴ്സ് ആണ്. ദിസ് ഈസ് നോട്ട് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്സ് ആൻഡ് ദിസ് ഈസ് നോട്ട് ഇൻ any other books. I think this is current affair. This will change year by year. Okay, അപ്പോൾ ഇത് കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ക്വസ്റ്റൻ. കൊക്കോ പ്രൊഡ്യൂസേഴ്സ് ആണ്. അപ്പോൾ കൊക്കോ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ കൊക്കോ എങ്ങനെയുള്ള സ്ഥലത്താണ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ ആദ്യം ആലോചിക്കണം. ഒരു ഇക്വറ്റോറിയൽ ക്ലൈമറ്റിലാണ് കൊക്കോ ഉണ്ടാവുക. അതാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ലോജിക് എന്ന് പറയുന്നത്. ഇക്വറ്റോറിയൽ ക്ലൈമറ്റിലാണ് ആരുണ്ടാവുക, കൊക്കോ ഉണ്ടാവുക. കാരണം കൊക്കോ ട്രീ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രോപ്പിക്കൽ ട്രീ ആണ് എന്ന് പറയാം. ഇനി മഡഗാസ്കർ, മൊസാംബിക് എടുക്കുകയാണെങ്കിൽ അത് ട്രോപ്പിക്കൽ റീജിയനിലാണ്, പക്ഷേ ഇക്വറ്റോറിയൽ റീജിയൻ വരെ എത്തുന്നില്ല, കുറച്ച് താഴെയായിട്ടാണ്, ഇക്വറ്റോറിയലിൽ നിന്ന് കുറച്ച് താഴെയായിട്ടാണ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ കറക്റ്റ് ഇക്വറ്റോറിയൽ റീജിയനിൽ വരുന്നത് കോട്ട് ഡി ഐവോറും ഘാനയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസറിലോട്ട് എത്താമെന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് അറിയാവുന്നവർക്ക് എത്താം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിക്കണം. കാരണം കൊക്കോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. അത് നല്ല മഴയുള്ള സ്ഥലത്ത് വളരുന്ന ഒരു സാധനമാണ്. ഇക്വറ്റോറിയലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും എവർഗ്രീൻ ട്രീ ആണ്. എവർഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷം മുഴുവൻ അതിൻ്റെ ഉള്ള ഇല കാണാൻ പറ്റും. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ഇക്വറ്റോറിയൽ ക്ലൈമറ്റിന് പറ്റിയതായിരിക്കും. അപ്പോൾ ഇവിടെ ഇക്വറ്റോറിയൽ റീജിയനിൽ വരുന്ന രണ്ട് നേഷൻസാണ് കോട്ട് ഡി ഐവോറും ഘാനയും. നമീബിയ നിങ്ങൾക്കറിയാം, നമീബിയ ഒരു സബ് ട്രോപ്പിക്കൽ റീജിയനാണ്, ഒരു ഡെസേർട്ടിക് റീജിയനാണ്. അപ്പോൾ ഇതെന്തായാലും വരില്ല. അതുപോലെ തന്നെ മൊസാംബിക് കുറച്ച് താഴെ, മഡഗാസ്കർ ഓക്കെയാണ്, പക്ഷേ മൊസാംബിക് കുറച്ച് താഴെ, അപ്പോൾ അത് വരില്ല. ദെൻ അൾജീരിയ, മൊറോക്കോ. മൊറോക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കുറച്ചും കൂടെ എന്താ സബ് ട്രോപ്പിക്കൽ റീജിയനിലായിട്ട് വരും. അതുപോലെ തന്നെ സഹാറ ഡെസേർട്ടിൻ്റെ അടുത്ത്, അപ്പോൾ അതും വരില്ല. സോ ദി ആൻസർ വിൽ ബി ഓപ്ഷൻ സി, കോട്ട് ഡി ഐവോർ, ഘാന. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ മൊറോക്കോയും നമീബിയയും കണ്ടു കഴിഞ്ഞാൽ അത് ഡെസേർട്ടിക് റീജിയൻസ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ അവിടെ എന്തായാലും കൊക്കോ വളരില്ല. പിന്നെ മൊസാംബിക് കുറച്ച് താഴെയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് വരിക, കോട്ട് ഡി ഐവോർ ആൻഡ് ഘാന. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് പഠിക്കുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കോഡ് വെച്ച് പഠിച്ചതാണ് റിവർ സിസ്റ്റംസ്. അതിൻ്റെ വീഡിയോ ഇപ്പോഴും എൻട്രിയിൽ അവൈലബിൾ ആണ്. റിവേഴ്സ് ത്രൂ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിവേഴ്സിൻ്റെ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടവർക്ക് ഈ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. നമ്മുടെ UPSC ക്ലാസ്സസിൽ ഇത് എടുത്തിട്ടുമുണ്ട്. വിത്ത് റെഫറൻസ് ടു ദ ഹിമാലയൻ റിവർ ജോയിനിങ് ദ ഗംഗ ഡൗൺ സ്ട്രീം ഓഫ് പ്രയാഗ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. അപ്പോൾ ഇവിടെ കണ്ടോ, വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ടാണ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞത്. വിച്ച് വൺ ഓഫ് ദ സീക്വൻസസ് ഈസ് കറക്റ്റ്? അപ്പോൾ ഗംഗയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിൽ നിന്ന് വരുന്ന നദികളാണ്. ആ ഗംഗയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് നമ്മൾ ഓർഡർ അനുസരിച്ച് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കോഡാണ് RG3KM. അതിൻ്റെ കോഡാണ് RG3KM. അപ്പോൾ അവിടെ വരുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വരുന്നത് രാംഗംഗ. ഫസ്റ്റ് വെസ്റ്റിൽ വരുന്ന നദിയാണ് രാംഗംഗ. രാംഗംഗ കഴിഞ്ഞ് G3 ഞാൻ പറഞ്ഞിട്ടുണ്ട്. G3 എന്ന് പറയുമ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ തല തിരിഞ്ഞാണ് കിടക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചേക്കുന്നത്. അപ്പോൾ G3 ആൽഫബറ്റിക് ഓർഡറിൽ തല തിരിഞ്ഞ് വരുമ്പോൾ ഫസ്റ്റ് ഗോമതി വരും, ഗോമതി. അത് കഴിഞ്ഞ് ഘാഗ്ര വരും, ഘാഗ്ര കഴിഞ്ഞ് ഗണ്ഡക് വരും, പിന്നെ കോസി വരും, ദെൻ മഹാനന്ദ.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓർഡർ. രാംഗംഗ, ഗോമതി, ഘാഗ്ര, ഗണ്ഡക്, കോസി, മഹാനന്ദ. R ഫോർ രാംഗംഗ. G3 ഞാൻ പറഞ്ഞു ഗോമതിയാണ് ഫസ്റ്റ് വരിക, അത് കഴിഞ്ഞ് ഘാഗ്രയാണ് വരിക, അത് കഴിഞ്ഞ് ഗണ്ഡകാണ് വരിക. കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആൽഫബറ്റിക് ഓർഡറിൽ തിരിഞ്ഞ് കിടക്കുന്നത്. ഇവിടെ ഫസ്റ്റ് O ആണ്, അത് കഴിഞ്ഞിട്ടാണ് H വന്നേക്കുന്നത്, ഫൈനലി ആണ് A വന്നേക്കുന്നത്. പിന്നെ K ഫോർ കോസി, M ഫോർ മഹാനന്ദ. ഇതാണ് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസിൻ്റെ ഓർഡർ ഞാൻ പഠിപ്പിച്ചത്. RG3KM ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. ഇത് ഇങ്ങനെ തന്നെ UPSC ചോദിക്കുകയും ചെയ്ത്. അപ്പോൾ ഓർഡർ എന്താ വരിക? ഫസ്റ്റ് ഗോമതി, പിന്നെ ഘാഗ്ര, പിന്നെ ഗണ്ഡക്, പിന്നെ കോസി. ഓപ്ഷൻ B ആണ് ആൻസർ വരിക. ഓക്കെ, ഗോമതി, ഘാഗ്ര, ഗണ്ഡക്, കോസി. മഹാനന്ദയാണ് അപ്പുറത്ത് വരിക, അതുപോലെ ഗോമതിക്ക് മുന്നേ വരിക രാംഗംഗയാണ്. സോ അവർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ B. അപ്പോൾ റിവർ സിസ്റ്റം ഇനിയും പഠിക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ആ യൂട്യൂബിലെ വീഡിയോ കാണുകയോ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും. ഇനി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. റെയിൻഫോൾ ഈസ് വൺ ഓഫ് ദ റീസൺ ഫോർ വെതറിങ് ഓഫ് റോക്സ്. അപ്പോൾ വെതറിങ് ഓഫ് റോക്സിന് കാരണമാണ് റെയിൻഫോളിന്. അതെ, റെയിൻഫോൾ കൊണ്ട് വെതറിങ് നടക്കാം. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റെയിൻ വാട്ടർ കണ്ടെയ്ൻസ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ സൊല്യൂഷൻ. ഇതും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് കെമിക്കൽ വെതറിങ്ങിൽ വരുന്ന ഒരു പ്രോസസ്സാണ് കാർബണേഷൻ. അപ്പോൾ കാർബണേഷനിൽ എന്താ സംഭവിക്കുന്നത്? അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് റെയിൻ വാട്ടറിൽ ഡിസോൾവ് ആയി റെയിൻ വാട്ടർ വീക്ക് കാർബോണിക് ആസിഡ് ആയിട്ട് മാറും. ആ റെയിൻ വാട്ടർ റോക്സിൽ വീഴുമ്പോൾ അത് റോക്സിനെ കൊറോഡ് ചെയ്യും, കാരണം അത് വീക്ക് കാർബോണിക് ആസിഡാണ്. ഇനി റെയിൻ വാട്ടർ കണ്ടെയ്ൻസ് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ. അതും ശരിയാണ്, റെയിൻ വാട്ടറിൽ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ഉണ്ടാവാം. അപ്പോൾ റെയിൻ വാട്ടറിന് വെതർ ചെയ്യാൻ പറ്റും. ഇനി റെയിൻ വാട്ടറിൽ അറ്റ്മോസ്ഫിയറിലുള്ള ഏതൊരു ഗ്യാസിനും ഡിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്യാം, ഓക്സിജൻ ഡിസോൾവ് ചെയ്യാം. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് സെക്കൻഡും തേർഡും. കാരണം ഇവർ രണ്ടുപേരും ഡിസോൾവ് ആവുന്നത് കൊണ്ടാണ് ആ റെയിൻ വാട്ടറിന് എന്ത് സാധിക്കുന്നത്? ആ വീക്ക് കാർബോണിക് ആസിഡ് ആവാനായിട്ട് സാധിക്കുന്നത്. സോ ബോത്ത് ഇതിൻ്റെ ആൻസർ വരുമ്പോൾ A വരും. ബോത്ത് Statement 2 and Statement 3 are correct and both of them explain Statement 1. ശരിയാണ്, ഓപ്ഷൻ A ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ നമ്മുടെ മാപ്പിംഗ് ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. മാപ്പിംഗ് ഞാൻ എടുത്ത് പറഞ്ഞ ടോപ്പിക്കാണിത്, നോർത്ത് സീ. അപ്പം ഞാൻ അന്ന് നിങ്ങളോട് എടുത്തു പറഞ്ഞ 2 പോയിന്റ്സ് ഉണ്ട്. നോർത്ത് സീ പഠിക്കുമ്പോൾ അതിനെ ബോർഡർ ചെയ്യുന്ന കൺട്രീസ് പഠിക്കുമ്പോൾ പഠിക്കാനുള്ള എളുപ്പമാർഗം അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് കൺട്രീസ്: ഫിൻലൻഡ്, ജർമ്മനി, നോർവേ, റഷ്യ. ഹൗ മെനി ഓഫ് ദ എബവ് കൺട്രീസ് ഹാവ് ബോർഡർ വിത്ത് നോർത്ത് സീ? അന്ന് ഞാൻ നിങ്ങളോട് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കുമ്പോൾ ഫിൻലൻഡ് ഉറപ്പായിട്ടും UPSC ക്വസ്റ്റ്യൻ തരും. ഫിൻലൻഡ് നോർത്ത് സീയുമായിട്ട് ബോർഡർ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നോർത്ത് സീ പഠിപ്പിച്ചപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞ കാര്യമാണ്. ഫിൻലൻഡ് UPSC തരും. ഫിൻലൻഡ് നോർത്ത് സീയുടെ ബോർഡർ അല്ല. അതുപോലെ റഷ്യയും ഇല്ല. ജർമ്മനി, നോർവേ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ആൻസർ ഓപ്ഷൻ B only 2 ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് നോർത്ത് സീ. നോർത്ത് സീ ഞാൻ പറഞ്ഞതാണ് പരീക്ഷയ്ക്ക് ചോദിക്കും എന്നുള്ള കാര്യം. അപ്പം നോർത്ത് സീയിൽ പിന്നെ ബോർഡർ ചെയ്യുന്ന നേഷൻസ് ആണ്. ഒന്ന് UK. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെൽജിയം കാണാം, നെതർലൻഡ്സ് കാണാം, ജർമ്മനി കാണാം, ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ വരെ വരുന്നുണ്ട്. പക്ഷെ ഫിൻലൻഡ് ഇല്ല, ഞാൻ എടുത്തു പറഞ്ഞ കാര്യം. അതുപോലെ റഷ്യയും ഇല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? only 2 ആണ് വരിക. അപ്പോൾ നമ്മുടെ മാപ്പിംഗ് ക്ലാസ്സും ഓൺലൈനിൽ കിടക്കുന്നുണ്ട്. മാപ്പിംഗ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. ജോഗ്രഫി മാപ്പിംഗ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വരും. എൻ്റെ പേരും കൂടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ക്ലാസ്സസ് വരും. അപ്പോൾ ഇതെല്ലാം നമ്മൾ എൻട്രിയിൽ ചെയ്തിട്ടേക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ്: കാഷ്യൂ, പപ്പായ, റെഡ് സാൻഡേഴ്സ്. ഹൗ മെനി ഓഫ് ദ എബവ് ട്രീസ് ആർ ആക്ച്വലി നേറ്റീവ് ടു ഇന്ത്യ? ഇതിന് കുറച്ച് ഹിസ്റ്ററിയും കൂടെ അറിഞ്ഞിരിക്കണം. ജോഗ്രഫി ക്വസ്റ്റ്യൻ എന്നതിലുപരി ഇതൊരു ഹിസ്റ്ററി ക്വസ്റ്റ്യനും കൂടെയാണ്. കാരണം നമ്മൾ കൊളോണിയൽ പീരീഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ തുടക്കത്തിൽ നമ്മൾ ഇന്ത്യയിൽ വന്നു പോയിട്ടുള്ള പ്രധാന ആൾക്കാരെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതായത് പോർച്ചുഗീസ്,
ഡച്ച്, ഫ്രഞ്ച്, ഇംഗ്ലീഷ് ഇവരെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇവർ ഓരോരുത്തരും ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്രോപ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ പഠിക്കുന്ന ഒന്നാണ് കാഷ്യൂ. കാഷ്യൂ നേറ്റീവ് ടു ഇന്ത്യ അല്ല, ഇന്ത്യയിൽ ഉണ്ടായ ക്രോപ്പല്ല. ഇത് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനം, അപ്പോൾ അത് തെറ്റാണ്. ഇനി പപ്പായ. പപ്പായ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ക്രോപ്പല്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നമ്മുടെ സെൻട്രൽ അമേരിക്കയിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്രോപ്പാണ്. ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്നാണ് ഇത് ഇന്ത്യയിലോട്ട് വരുന്നത്. ശരിക്കും ഇത് ഇന്ത്യയിൽ നേറ്റീവായിട്ടുള്ള ക്രോപ്പല്ല പപ്പായ. പപ്പായ സെൻട്രൽ അമേരിക്കയുടെ ക്രോപ്പാണ്. അത് അവർ നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവിടെ നിന്നാണ് ഇന്ന് ഏഷ്യ മൊത്തം ഈ ക്രോപ്പ് വ്യാപിക്കുന്നത്. സോ പപ്പായ അതിൽ വരില്ല. റെഡ് സാൻഡേഴ്സ് ഒരുപാട് തവണ UPSC ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഈസ് ഫ്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. റെഡ് സാൻഡേഴ്സ് നമ്മൾ എക്കോളജി പഠിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ടും കാണുന്ന ഒരു സാധനം റെഡ് സാൻഡേഴ്സ്. നിങ്ങൾക്കറിയാം തമിഴ്നാട് റീജിയനിൽ ഈസ്റ്റേൺ ഗാർഡ്സിൽ മാത്രം കണ്ടുവരുന്ന ചെടിയാണ് റെഡ് സാൻഡേഴ്സ് അല്ലേ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇന്ത്യയിലുള്ള ക്രോപ്പാണ് റെഡ് സാൻഡേഴ്സ്. അത് മാത്രമല്ല, അത് എടുത്തു പറയുന്നുണ്ട് തമിഴ്നാട് റീജിയൻസ്, ഈസ്റ്റേൺ ഗാർഡ് റീജിയൻസിലാണ് ഇത് ഇന്ത്യയിലുള്ളതെന്നും. അപ്പോൾ അത് ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ ഒരെണ്ണം മാത്രമേ ഇന്ത്യയിൽ നേറ്റീവ് ആയിട്ടുള്ളൂ. ആൻസർ ഓപ്ഷൻ എ ആണ്, only one. ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട ടേക്ക് അവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താലേ നിങ്ങൾക്ക് ഇനി വരുന്ന കാലത്ത് UPSC പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആവർത്തിച്ച് UPSC ചോദിച്ചിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ് ഈ റെഡ് സാൻഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി അത് മാത്രമല്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഗൂഗിൾ ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത ഐസോതേർംസിൻ്റെ ഷിഫ്റ്റിംഗ്, ഇത് 2023 UPSC ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് വേറൊരു രീതിയിൽ UPSC 2024 ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിലിരുന്നോളണം. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഇനിയുള്ള കാലത്ത് UPSC ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസിലി ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ജോഗ്രഫീനെ സംബന്ധിച്ച് നോക്കുമ്പോൾ NCERT അരച്ച് കലക്കി പഠിച്ചോളണം, അതിലൊരു കോംപ്രമൈസും ഇല്ല. Next question. With reference to water vapor, which of the following statements are correct? It is a gas. അത് ശരിയാണ്. വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇറ്റ്സ് എ ഗ്യാസ്. ദ എമൗണ്ട് ഓഫ് വിച്ച് ഡിക്രീസസ് വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. ശരിയാണ്. അതായത് ഹൈറ്റ് കൂടുന്തോറും വാട്ടർ വേപ്പറിൻ്റെ അളവ് കുറയും. എന്തുകൊണ്ടാണ്? കാരണം ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയും. ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ വേപ്പർ എന്തായി മാറും? കണ്ടൻസ് ചെയ്ത് ക്ലൗഡ്സ് ആയി മാറും. ക്ലൗഡ്സ് ആയി മാറിയാൽ പിന്നെ അതിന് നമുക്ക് വാട്ടർ വേപ്പർ എന്ന് വിളിക്കാൻ കഴിയില്ല. കാരണം ക്ലൗഡ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് മൈന്യൂട്ട് വാട്ടർ ഡ്രോപ്സ് ഓർ ഐസ് ക്രിസ്റ്റൽസ്. ഐസ് ക്രിസ്റ്റൽസിൻ്റെ അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്സിൻ്റെ കൂട്ടമാണ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. സോ വാട്ടർ വേപ്പർ ഹൈറ്റ് കൂടുന്നതനുസരിച്ച്, അറ്റ്മോസ്ഫിയറിൽ ഹൈറ്റ്, എസ്പെഷ്യലി ട്രോപ്പോസ്ഫിയറിൽ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് വാട്ടർ വേപ്പറിൻ്റെ അളവ് കുറയും. കാരണം അത് കണ്ടൻസ് ചെയ്ത് ക്ലൗഡായി മാറും. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് വാട്ടർ വേപ്പറിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് വാട്ടർ ബോഡീസ് ആണ്. ലൈക്ക് ലേക്സ്, റിവേഴ്സ്, സീസ്, ഓഷ്യൻസ് എക്സെട്ര. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിരിക്കും അല്ലെങ്കിൽ ഗ്രൗണ്ടിനോട് ചേർന്നായിരിക്കും വാട്ടർ വേപ്പർ കൂടുതൽ കാണുക. ഇത് NCERT ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് പെർസെൻറ്റേജ് ഈസ് മാക്സിമം അറ്റ് പോൾസ്. അതും തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇക്വറ്റോറിയൽ റീജിയനിലാണ് വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ട് കൂടുതലായിട്ട് കാണുക. ഇക്വറ്റോറിയൽ റീജിയനിലാണ് വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ട് കൂടുതലായിട്ട് കാണുക. ഇക്വറ്റോറിയൽ റീജിയനിൽ ചൂട് കൂടുതലാണ്. ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യുക. അങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്താലേ വാട്ടർ വേപ്പർ ഉണ്ടാകത്തുള്ളൂ. പോളാർ റീജിയൻസിൽ വാട്ടർ വേപ്പർ കുറവാണ്. കാരണം അവിടെ വാട്ടർ വേപ്പർ ഉണ്ടെങ്കിൽ തന്നെ അത് ഫോഗോ, ഐസ് ക്രിസ്റ്റൽസോ, സ്നോയോ ആയി മാറും. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇത് പ്യുവർലി NCERT ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ്. അന്ന് ക്ലാസ്സിൽ എടുത്തപ്പോൾ പരീക്ഷയ്ക്ക് വരും എന്ന് നമ്മൾ എടുത്തു പറഞ്ഞ കാര്യം കൂടിയാണ്. സോ ചൂസ് ദ കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ കറക്റ്റ് എന്ന് പറയുമ്പോൾ only one. ഓപ്ഷൻ എ only one ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് ഡിസ്ക്രിപ്ഷൻ. Annual and daily range of temperature is low.
precipitation occurs throughout the year. Precipitation varies between 50 centimeter to 250 centimeter. What is the type of climate? ഇത് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഈസ് ഹൈലി ട്രിക്കി ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ ഒരു മോർ ദാൻ 50% ഓഫ് സ്റ്റുഡൻസും ഈ ക്വസ്റ്റ്യൻ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളൊരു ലോജിക് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതായത് ഇവിടെ പറയുന്നുണ്ട് ആനുവൽ ആൻഡ് ഡെയിലി ടെമ്പറേച്ചർ റേഞ്ച് ഇസ് ബിലോ. ആനുവൽ ആൻഡ് ഡെയിലി ടെമ്പറേച്ചർ റേഞ്ച് കുറവാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിലും ആനുവൽ ടെമ്പറേച്ചർ ലോയാണ്, അതുപോലെ ഡെയിലി ടെമ്പറേച്ചർ ലോയാണ്. അതുപോലെ തന്നെ പ്രസിപ്പിറ്റേഷൻ ഒക്യൂസ് ത്രൂ ഔട്ട് ദ ഇയർ. വർഷം മുഴുവനും മഴ പെയ്യും. അത് ഇക്വറ്റോറിയൽ ക്ലൈമറ്റിലും വർഷം മുഴുവനും മഴ പെയ്യും. അതുപോലെ മറൈൻ വെസ്റ്റ് കോസ്റ്റ് ക്ലൈമറ്റിലും വർഷം മുഴുവനും മഴ പെയ്യും. മറൈൻ വെസ്റ്റ് കോസ്റ്റ് ക്ലൈമറ്റിലും ടെമ്പറേച്ചർ റേഞ്ച് കുറവായിരിക്കും. ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് വർഷം മുഴുവനും മഴ പെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ വർഷം മുഴുവനും ടെമ്പറേച്ചർ റേഞ്ച് മിനിമം ആയിരിക്കുമെന്നാണ്. എന്താ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറഞ്ഞാൽ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുക. മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് നമ്മൾ പറയുക. അപ്പോൾ ഒരു സ്ഥലത്ത് ഡെയിലി മഴ പെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് ലോ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഈ രണ്ട് കണ്ടീഷനും അംഗീകരിക്കുന്ന സ്ഥലങ്ങളാണ് ഇക്വറ്റോറിയൽ ക്ലൈമറ്റും മറൈൻ വെസ്റ്റ് കോസ്റ്റ് ക്ലൈമറ്റും. ദെൻ വാട്ട് ഹെൽപ്പ് us to go to the what help us to choose the correct answer? That is the third statement. ഈ തേർഡ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് കേട്ടാ precipitation varies between 50 to 250. precipitation വേരി ചെയ്യും 50 to 250. ഇക്വറ്റോറിയൽ ക്ലൈമറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ precipitation ലോ ആയിരിക്കും. വർഷം മുഴുവനും മഴ പെയ്യുന്നുണ്ട്, പക്ഷെ അവിടെ precipitation വേരി ചെയ്യുമെന്ന് ചോദിച്ചാൽ വേരി ചെയ്യാനുള്ള ചാൻസ് അവിടെ കുറവാണ്. പക്ഷേ മറൈൻ ക്ലൈമറ്റിൻ്റെ പ്രത്യേകത, മറൈൻ വെസ്റ്റ് കോസ്റ്റിൻ്റെ ക്ലൈമറ്റിൻ്റെ പ്രത്യേകത അവിടെ പ്രസിപ്പിറ്റേഷൻ്റെ റേഞ്ച് നല്ല രീതിയിൽ വേരി ചെയ്യും. 50 to 250 സെൻറ്റിമീറ്റേഴ്സിനിടയിൽ നല്ല രീതിയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യും. അപ്പോൾ അത് വരുന്നത് മറൈൻ വെസ്റ്റ് കോസ്റ്റ് ക്ലൈമറ്റാണ്. അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അവിടെ ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ പ്രസിപ്പിറ്റേഷൻ വേരീസ് ബിറ്റ്വീൻ 50 to 250 സെൻറ്റിമീറ്റേഴ്സ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണം. കാരണം പ്രസിപ്പിറ്റേഷൻ റേഞ്ച് ഇത്രയും ചേഞ്ച് ചെയ്യുന്നത് മറൈൻ വെസ്റ്റ് കോസ്റ്റ് ക്ലൈമറ്റിലാണ്. അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വിത്ത് റെഫറൻസ് ടു കൊറിയോളിസ് ഫോഴ്സ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? വിൻഡ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വിൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അതിൽ നമ്മൾ ഫ്രിക്ഷൻ, കൊറിയോളിസ് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞ് 4 ഫോഴ്സസ് വിൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് പഠിക്കുന്നുണ്ട്. അതിൽ നമ്മൾ കൊറിയോളിസ് ഫോഴ്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിലെ ക്വസ്റ്റ്യൻ. ഇറ്റ് ഇൻക്രീസസ് വിത്ത് വിൻഡ് വെലോസിറ്റി. അതിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിൻഡിൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് കൊറിയോളിസ് ഫോഴ്സിൻ്റെ എഫക്റ്റ് കൂടും. കാരണം ഇപ്പോൾ വിൻഡ് 30 km/h അടിക്കുന്നതെങ്കിൽ കൊറിയോളിസ് ഫോഴ്സ് ചിലപ്പോൾ അതിനെ ഇത്രയും ഡീഫ്ലക്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷെ അതേസമയം ഇവിടെ വിൻഡ് അടിക്കുന്നത് 100 km/h അതിൻ്റെ ഡീഫ്ലക്ഷനും കൂടുതലായിരിക്കും. കൊറിയോളിസ് ഫോഴ്സ് ഉണ്ടാക്കുന്ന ഡീഫ്ലക്ഷൻ കൂടുതലായിരിക്കും. അതായത് വിൻഡ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കൊറിയോളിസ് ഫോഴ്സിൻ്റെ എഫക്റ്റ് കൂടും. എത്രത്തോളം വിൻഡ് വെലോസിറ്റി കൂടുന്നോ അത്രത്തോളം വിൻഡിൻ്റെ ഡീഫ്ലക്ഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ ഡീഫ്ലക്ഷൻ കൂടിക്കൊണ്ടിരിക്കും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റൈറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ഈസ് മാക്സിമം അറ്റ് പോൾസ് ആൻഡ് ഇറ്റ് ഈസ് ആബ്സെൻറ്റ് ഇൻ ഇക്വേറ്റർ. ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഇതും ശരിയാണ്. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വറ്റോറിയൽ റീജിയനിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആബ്സെൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ഇക്വറ്റോറിയൽ റീജിയനിൽ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആബ്സെൻ്റ് ആവുന്നത്? കാരണം കൊറിയോളിസ് ഫോഴ്സ് അവിടെ ഓൾമോസ്റ്റ് ആബ്സെൻ്റ് ആണ്. എന്നാൽ പോളാർ റീജിയനിലോട്ട് പോകും തോറും അവിടെ കൊറിയോളിസ് ഫോഴ്സ് കൂടിക്കൊണ്ടിരിക്കും. മാക്സിമം കൊറിയോളിസ് ഫോഴ്സ് അനുഭവപ്പെടുന്നത് പോളാർ റീജിയനിലാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് എന്നൊക്കെ വളരെ വിശദമായിട്ട് നമ്മുടെ ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ബോത്ത് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റൈറ്റ്. നമ്മളോട് കറക്റ്റാണ് ചോദിച്ചേക്കുന്നത്. സോ ബോത്ത് 1 and 2. ബോത്ത് 1 and 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഇതും ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സീസൺസിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമെന്ന്. ഈ വർഷം ഏറ്റവും രസകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് ചോദിക്കും എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് പിൻ പോയിന്റ് ചെയ്ത പല കാര്യങ്ങളും അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ജോഗ്രഫി എടുക്കുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് എന്താ പറയുക ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ജോഗ്രഫി വർഷങ്ങളായി പഠിപ്പിക്കുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ നന്നായി പഠിക്കുന്ന എല്ലാ ആസ്പിരൻസിനും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവർ തന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആവറേജ് അത്യാവശ്യം നല്ല രീതിയിൽ ജോഗ്രഫി പഠിച്ചിട്ടുള്ള എല്ലാവരും തന്നെ ഈ വർഷം പ്രിലിംസ് കയറിയിട്ടുണ്ടാവും. ഓക്കെ, ദെൻ June 21st of every year, which of the following latitude experiences sunlight of more than 12 hours? ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ജൂൺ 21st ഏതൊക്കെ ലാറ്റിറ്റ്യൂഡ്സിലാണ് 12 hours കൂടുതൽ സൺലൈറ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ 12 hours കൂടുതൽ ഡേ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ജൂൺ 21st സൺ എവിടെയാണ്? നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് ഇക്വേറ്റർ, ഇത് നമ്മുടെ 23.5 നോർത്ത് അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇത് നമ്മുടെ ആർട്ടിക് സർക്കിൾ അല്ലെങ്കിൽ 66.5 ആർട്ടിക് സർക്കിൾ. നിങ്ങൾ നോക്കിയേ, ജൂൺ 21st സൂര്യൻ നിൽക്കുന്നത് എവിടെയാണ്? സൂര്യൻ നിൽക്കുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണ്, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് സൺ നിൽക്കുന്നത്. അപ്പം നോർത്തേൺ ഹെമിസ്ഫിയറിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലും ആർട്ടിക് സർക്കിളിലും 12 hours കൂടുതൽ സൺലൈറ്റ് കിട്ടും. കാരണം സൺ നോർത്തേൺ ഹെമിസ്ഫിയറിലോട്ട് കയറിയാണ് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ മാത്രമല്ല ആർട്ടിക് സർക്കിളിലും സൺലൈറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ 2ഉം 4ഉം ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി 2 and 4. അപ്പോൾ സണ്ണിൻ്റെ പൊസിഷൻസ് അറിയണം. ഞാൻ വീണ്ടും പറയുകയാണ്, ദിസ് ഈസ് ദ 4th ടൈം UPSC ഈസ് ആസ്കിങ് അബൌട്ട് സീസൺസ് അല്ലെങ്കിൽ മൈഗ്രേഷൻ ഓഫ് സൺ. സണ്ണിൻ്റെ മൈഗ്രേഷനെ കുറിച്ചും സീസൺസിനെ കുറിച്ചും 10 വർഷത്തിനിടയിൽ UPSC ചോദിക്കുന്ന 4ാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. സോ ദാറ്റ് ഈസ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഓരോ സണ്ണിൻ്റെ മൈഗ്രേഷൻ, ജൂൺ 21st സൺ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണ്, അതുപോലെ മാർച്ച് 21st അതുപോലെ സെപ്റ്റംബർ 23rd സൺ നിൽക്കുന്നത് ഇക്വേറ്ററിലാണ്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന വേറൊരു കാര്യമുണ്ട്, ഡിസംബറിൽ എവിടെ സൺ നിൽക്കുന്നത്? ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ്, ഡിസംബറിൽ സൺ നിൽക്കുന്നത് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിൽ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ ഡി 2 and 4. ഓക്കെ, അപ്പോൾ ഡിസംബർ 22nd സൺ എവിടെയാണ്? ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിൽ. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, one of the following regions have world's largest tropical peatland, which holds about 3 years worth of global carbon emission from fossil fuels and the possible destruction of which can exert detrimental effect on global climate. Which one of the following denotes that region? ഇത് നമ്മുടെ ബുക്കിലുള്ള കാര്യമല്ല, പക്ഷേ ഇവിടെ ഒരു കാര്യം, ഇവിടെ ഒരു ക്യാച്ച് വേർഡ് ഉണ്ട്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ വർഷവും UPSC കോങ്കോ റിവർ ബേസിൻ കടന്നു പോകുന്ന നേഷൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രീവിയസ് ഇയറിൽ നിന്ന് വീണ്ടും UPSC ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കോങ്കോ റിവർ ബേസിനെ കുറിച്ച് വായിച്ച ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും അത് അത്യാവശ്യം വലിയൊരു റീജിയനാണ്. ഇപ്പോൾ റിയോ ഡി പ്ലാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലസ് കണ്ടിട്ടുള്ളവർക്കറിയാം, സൗത്ത് അമേരിക്കയിലാണ് റിയോ ഡി പ്ലാറ്റ ബേസിൻ വരുന്നത്. അർജൻറ്റീനയ്ക്കും ബ്രസീലിനും ഇടയിലായിട്ടാണ് വരുന്നത്. അതൊരു ചെറിയൊരു ബേസിനാണ്, അതത്ര വലിയൊരു റിവർ ബേസിനല്ല. ഇവിടെ പറയുന്നുണ്ട് വേൾഡ്സ് ലാർജസ്റ്റ് ട്രോപ്പിക്കൽ പീറ്റ്ലാൻഡ്. അപ്പോൾ ഇതെന്തായാലും വരില്ല. ഇനി കിൽക്കോരി ബേസിൻ എന്ന് പറഞ്ഞാൽ പപ്പുവ ന്യൂ ഗിനി ഐലൻഡ്സിൽ വരുന്ന ചെറിയൊരു ബേസിനാണ്. അപ്പോൾ അതും ചെറിയൊരു ബേസിനാണ് കിൽക്കോരി. അപ്പോൾ അതും നമ്മുടെ ഒരു കൺസേണിൽ വരുന്ന സംഭവങ്ങളല്ല. കാരണം ഇവിടുത്തെ ക്യാച്ച് വേർഡ് ലാർജസ്റ്റ് ട്രോപ്പിക്കൽ പീറ്റ്ലാൻഡ് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ രണ്ടാമത്തെ ക്യാച്ച് വേർഡ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ പീറ്റ്ലാൻഡ് എന്നാണ് പറയുക. റിയോ ഡി
ഡി ലാ പ്ലാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ഈസ് ബിയോണ്ട് 35 ലാറ്റിറ്റ്യൂഡ്, കുറച്ച് താഴോട്ടാണ് ഇരിക്കുന്നത്. അതായത് നമ്മുടെ ബ്രസീലിൻ്റെ അർജൻറ്റീനയുടെ സദേൺ ബൗണ്ടറീസിൻ്റെ അവിടെയായിട്ട്, ബ്രസീലിൻ്റെ സദേൺ ബൗണ്ടറീസിലായിട്ടാണ് വരിക. അപ്പോൾ അതൊരു ട്രോപ്പിക്കൽ റീജിയൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് കംസ് അണ്ടർ സബ് ട്രോപ്പിക്കൽ റീജിയൻ. സബ് ട്രോപ്പിക്കൽ റീജിയൻ്റെ ഇടയിലായിട്ട് വരും, ഒരു 36-35 ലാറ്റിറ്റ്യൂഡിൻ്റെ ഇടയിലാണ് വരിക. സെക്കൻഡ് തിങ്, അത് ലാർജസ്റ്റ് ആവാൻ ഒരു ചാൻസും ഇല്ല, കാരണം അതൊരു ചെറിയൊരു റീജിയനാണ്. ഇനി കിൽക്കോരി ബേസിൻ എന്ന് പറയുന്നത് പാപ്പുവ ന്യൂ ഗിനിയയിലാണ്. ഈ പറയുന്ന പോലെ അതും ഒരു ചെറിയൊരു സ്ഥലമാണ്, അപ്പോൾ അതും എന്തായാലും വരില്ല. പിന്നെ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ബിറ്റ്വീൻ ആമസോൺ ആൻഡ് കോങ്കോ. ഇത് രണ്ടും ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ആമസോൺ റിവർ ബേസിൻ വരിക നമ്മുടെ സൗത്ത് അമേരിക്കയിൽ ഇക്വേറ്ററിനോട് ചേർന്നാണ്. കോങ്കോ റിവർ ബേസിനും വരിക ഇക്വേറ്ററിനോട് ചേർന്നാണ്. അപ്പോൾ രണ്ടും ട്രോപ്പിക്കൽ റീജിയനിലാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഏതാണ് എന്നതാണ്. പക്ഷേ ലാർജസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ലാർജസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ആമസോൺ റിവർ ബേസിനാണ്. അപ്പോൾ ആ ഒരു തിങ്കിങ് പ്രോസസ്സിൽ നമ്മൾ പോയി കുത്തിനെ ആമസോൺ കുത്തും. പക്ഷേ നമുക്കിവിടെ ഒരു കാര്യം വൃത്തിക്കറിയാം, ആമസോൺ എന്ന് പറയുന്നത് മഴക്കാടുകളാണ്, തിക്ലി ഡെൻസ് ഫോറസ്റ്റ് ആണ്. അവിടെ പീക്ക് ലാൻഡ് വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ആ പെർസ്പെക്റ്റീവിൽ നമുക്ക് ഇതിനെ ഒഴിവാക്കാം. ആമസോൺ ബേസിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ ലാർജസ്റ്റ് റിവർ ബേസിൻ ഇൻ ദ വേൾഡ് ഏതാണെന്ന് അടിച്ചു കൊടുത്താൽ അത് ആമസോൺ തന്നെയാണ്. പക്ഷേ അതല്ല ഇവിടെ പീക്ക് ലാൻഡ് എന്നുള്ളതാണ് അടുത്ത ക്യാച്ച് വേർഡ്. പീക്ക് ലാൻഡ്, അതാണ് നമ്മുടെ അടുത്ത ക്യാച്ച് വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ പീക്ക് ലാൻഡ് വരണം എന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം? അത് കോങ്കോ ആയിരിക്കണം, അത് കോങ്കോ ബേസിൻ ആയിരിക്കണം. സോ നമ്മുടെ ആൻസർ ഇവിടെ വരിക കോങ്കോ റിവർ ബേസിനാണ്. ആൻസർ വരിക കോങ്കോ റിവർ ബേസിൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 കാര്യം. ഒന്ന് ലാർജസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് റിയോ ഡി പ്ലാറ്റ ബേസിനും കിൽക്കോരി ബേസിനും നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് റിയോ ഡി പ്ലാറ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും, കിൽക്കോരി അവോയ്ഡ് ചെയ്യാൻ പറ്റും. ട്രോപ്പിക്കൽ എന്ന് പറയുമ്പോൾ ആമസോണും കോങ്കോയും തമ്മിലാണ് പിന്നെ നമ്മുടെ കൺഫ്യൂഷൻ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും ആമസോണും അതെ കോങ്കോയും അതെ, രണ്ടും ട്രോപ്പിക്കലാണ്. പക്ഷെ ലാർജസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് ആമസോൺ ആണ്. അപ്പോൾ പിന്നെ നമ്മുടെ മുൻപിലുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് പീറ്റ് ലാൻഡ് എന്നുള്ള ക്യാച്ച് വേർഡ് എടുക്കുക. പീറ്റ് ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ ആമസോൺ ഫോറസ്റ്റ് ആണ്. ആമസോൺ എന്താണ്? ആമസോൺ ഫോറസ്റ്റ് ആണ്. അതേസമയം കോങ്കോ റിവർ ബേസിൻ അത്ര വലിയ ഫോറസ്റ്റ് അല്ല, അത് ഒരു പീറ്റ് ലാൻഡ് ആണ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി, കോങ്കോ റിവർ ബേസിൻ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കോങ്കോ റിവർ ബേസിൻ കടന്നു പോകുന്ന നേഷൻസാണ് ചോദിച്ചത്. അപ്പോൾ കോങ്കോ റിവർ ബേസിനെ കുറിച്ച് ചെറിയൊരു ഗൂഗിൾ സെർച്ച് നടത്തി കഴിഞ്ഞാൽ അതിൽ എഴുതിയിട്ടുണ്ട് ഇറ്റ് ഈസ് എ ലാർജസ്റ്റ് പീറ്റ് ലാൻഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ദയവ് ചെയ്ത് പഠിക്കുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി അതിൻ്റെ ഓപ്ഷൻസ് നോക്കി പഠിക്കാം. അടുത്തത്, കൺസിഡർ ദ ഫോളോയിങ് പ്ലാന്റ്സ്: ഗ്രൗണ്ട്നട്ട്, ഹോഴ്സ് ഗ്രാം, സോയാബീൻ. ഹൗ മെനി ഓഫ് ദിസ് എബവ് ബിലോങ് ടു പീ ഫാമിലി? പീ ഫാമിലിയിൽ ഏതൊക്കെ വരും എന്നാണ് നമുക്കറിയാം. നമ്മൾ ഗ്രൗണ്ട് നട്ടിനെ പീനട്ട് എന്ന് പറയാറുണ്ട്. ഹോഴ്സ് ഗ്രാമും പീസിൽ വരുന്നതാണ്. സോയാബീൻ അതും പീസിലാണ്. പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുള്ള എല്ലാം പീ ആയിരിക്കും ഭൂരിഭാഗവും. ഓക്കെ, ഭൂരിഭാഗം പ്രോട്ടീൻ കണ്ടൻറ്റ് ഹൈ ആയിട്ടുള്ള ക്രോപ്സും പീ ആയിരിക്കും. ഗ്രൗണ്ട് നട്ടാണെങ്കിലും പ്രോട്ടീൻ കൂടുതലാണ്, ഹോഴ്സ് ഗ്രാമിലും പ്രോട്ടീൻ കൂടുതലാണ്, സോയാബീനിലും പ്രോട്ടീൻ കൂടുതലാണ്. അപ്പോൾ ഹൗ മെനി ഓഫ് ബിലോങ്ങിങ് ടു പീ ഫാമിലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, ഓൾ 3. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഹൗ മെനി ഓഫ് ബിലോങ്ങിങ് ടു പീ ഫാമിലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, ഓൾ 3. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇത് ഹ്യൂമൻ ജോഗ്രഫിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഇൻ ആൻ എക്കോണമി ഈസ് ഡിഫൈൻഡ് ആസ്. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റിനെ കുറിച്ചാണ് ചോദ്യം. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഈസ് ഇൻ ആൻ എക്കോണമി ഈസ് ഡിഫൈൻഡ് ആസ്. ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് ചിൽഡ്രൻ ഉണ്ടാവാനുള്ള ചാൻസ് ആണ് ഫെർട്ടിലിറ്റി എന്ന് പറയാം. നമ്മൾ പലപ്പോഴും ഫെർട്ടിലിറ്റി ക്ലിനിക്കൊക്കെ കണ്ടിട്ടുണ്ട്. ഫെർട്ടിലിറ്റി ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ചൈൽഡ് ഇല്ലാത്തവർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ക്ലിനിക്കാണ് ഫെർട്ടിലിറ്റി ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ചൈൽഡ് ഉണ്ടാവാനുള്ള ചാൻസ് ആണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ചാൻസ് ആണ്. അപ്പോൾ 4th സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ദ ആവറേജ് നമ്പർ ഓഫ് ലൈഫ് ബർത്ത് ഇൻ എ വുമൺ ഷുഡ് ഹാവ് അറ്റ് ദ എൻഡ് ഓഫ് ഹെയർ ചൈൽഡ്
ബിയറിംഗ് ഏജ്. അതൊരു ചാൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. അപ്പോൾ ഇതാണ് ആൻസർ ഓപ്ഷൻ ഡി. ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ബോൺ പെർ 1000 പീപ്പിൾ ഇൻ പോപ്പുലേഷൻ ഇയർ. അതെന്താ? അത് ജനിച്ച പിള്ളേരാണ്. അപ്പോൾ അതെന്താണ്? അത് ബർത്ത് റേറ്റ് ആയിരിക്കും. ജനിച്ച പിള്ളേരാണ്, അപ്പോൾ അത് ബർത്ത് റേറ്റ് ആയിരിക്കും. ഇനി ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ബോൺ ടു എ കപ്പിൾ ഇൻ ദെയർ ലൈഫ് ടൈം ഇൻ എ ഗിവൺ പോപ്പുലേഷൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പിളിന് ഒരു വർഷം ഉണ്ടാവാൻ ചാൻസ് ഉള്ള പിള്ളേർ. അതിൽ കാര്യമില്ല. ഫെർട്ടിലിറ്റി റേറ്റ് എപ്പോഴും നോക്കുക വുമണിനെ വെച്ചിട്ടാണ്. ഒരു ചൈൽഡ് ബെയറിങ് ഏജിൽ നിൽക്കുന്ന വുമണിന് എത്ര നമ്പർ ഓഫ് ലൈഫ് ബർത്തിനുള്ള ചാൻസ് ഉണ്ട്, അതിനെയാണ് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ ഇനി പഠിക്കുമ്പോൾ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ലിറ്ററസി റേറ്റ്, ഫെർട്ടിലിറ്റി റേറ്റ്, ഇതൊക്കെ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇതിൽ വാട്ടർഫോൾ റീജിയൻ റിവറാണ്. ഇതിൽ ഇന്ത്യൻ ജോഗ്രഫിയുടെ മാപ്പ് അറിയാമെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ദുവാന്തർ വാട്ടർഫോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ദുവാന്തർ വാട്ടർഫോൾ നർമ്മദ റിവറിലാണ്. പക്ഷേ മാൽവ പ്ലേറ്റ്യൂ ഇരിക്കുന്നത് നർമ്മദ ഒഴുകുന്ന സ്ഥലത്തല്ല, അതിന് നോർത്തിലായിട്ടാണ് മാൽവ പ്ലേറ്റ്യൂ ഇരിക്കുന്നത്. മാൽവ പ്ലേറ്റ്യൂ എന്ന് പറയുന്നത് ആരവല്ലീസിൻ്റെ ഈസ്റ്റിലായിട്ടിരിക്കുന്ന പ്ലേറ്റ്യൂ ആണ് മാൽവ പ്ലേറ്റ്യൂ. നർമ്മദ ഒഴുകുന്നത് വിന്ധ്യ സത്പുര മലനിരകൾക്കിടയിലൂടെയാണ്. അതായത് ആരവല്ലിയുടെ താഴെയാണ് വിന്ധ്യ, അതിനും താഴെയാണ് നർമ്മദ ഒഴുകുന്നത്. അപ്പം മാൽവ പ്ലേറ്റ്യൂവിലൂടെ അല്ല നർമ്മദ ഒഴുകുന്നത്, അവിടെയല്ല ദുവാന്തർ വാട്ടർഫോൾ വരിക. സോ ഫസ്റ്റ് പേര് തെറ്റാ. അടുത്ത് ഹുൻഡ്രു വാട്ടർഫോൾ, അത് സുബർണരേഖ റിവറിലാണ്, കറക്റ്റാണ്. അത് ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂവിലാണ്, റാഞ്ചി റീജിയനിലാണ് വരിക. ജാർഖണ്ഡിലെ റാഞ്ചിയിലാണ് വരിക. സോ ഹുൻഡ്രു വാട്ടർഫോൾ സുബർണരേഖ റിവറിലാണ്, അത് ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂവിലാണ് വരിക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷൻ അല്ല, സെക്കൻഡ് പേഴ്സ് ശരിയാണ്. അടുത്ത ജെർസോപ്പ വാട്ടർഫോൾ ജോഗ് വാട്ടർഫോൾ എന്ന് പറയും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നേത്രാവതി റിവറിലല്ല വരിക, അത് ശരാവതി റിവറിലാണ് വരിക. ശരാവതി റിവറിലാണ് വരിക, വെസ്റ്റേൺ ഘാട്ടിലാണ് വരിക. അപ്പോൾ ഇവിടെ ശരാവതിയിലല്ലാത്തതുകൊണ്ട് ഇത് തെറ്റി. അപ്പോൾ ഒരെണ്ണം മാത്രമേ ശരിയുള്ളൂ അല്ലേ? അവിടെ ഒരെണ്ണം മാത്രമേ ശരിയുള്ളൂ. only one. How many of the above rows given information are correctly matched? only one ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മൗണ്ടൻ റേഞ്ചസും ടൈപ്പ് ഓഫ് മൗണ്ടനും റീജിയനുമാണ്. ഇതും നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. സെൻട്രൽ ഏഷ്യയിലല്ല വൊസേജസ് നമ്മൾ പഠിച്ചത് ഇത് എന്തിന് എക്സാമ്പിളായിട്ടാണ്? വൊസേജസ് നമ്മൾ പഠിച്ചത് ബ്ലോക്ക് മൗണ്ടന് എക്സാമ്പിളായിട്ടാണ്. അത് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞായിരുന്നു, വൊസേജസും അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റും. ഇത് രണ്ടും യൂറോപ്പിലാണ് വരിക. വൊസേജസ് ഫ്രാൻസിലാണ് വരിക. ഫ്രാൻസിൽ കാണുന്ന ബ്ലോക്ക് മൗണ്ടൻ ആണ് ഏത്? വൊസേജസ്. അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ബ്ലോക്ക് മൗണ്ടൻ ആണ് ബ്ലാക്ക് ഫോറസ്റ്റ് ജർമ്മനിയിൽ. ഇനി വൊസേജസിനും ബ്ലാക്ക് ഫോറസ്റ്റിനും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് റൈൻ റിവർ. അപ്പോൾ അവിടുത്തെ റിഫ്റ്റ് വാലി റൈൻ റിവറാണ്. ബ്ലോക്ക് മൗണ്ടൻസ് വൊസേജസ് ആൻഡ് ബ്ലാക്ക് ഫോറസ്റ്റ്. ഇറ്റ് ഈസ് ഇൻ യൂറോപ്പ്. അപ്പോൾ ബ്ലോക്ക് മൗണ്ടനും കൂടെയാണ്. ഇനി യൂറോപ്പിലാണ് ആൽപ്സ്, അത് ശരിയാണ്. പക്ഷേ ആൽപ്സ് ബ്ലോക്ക് മൗണ്ടൻ അല്ല, അത് എന്ത് മൗണ്ടൻ ആണ്? അത് ഫോൾഡ് മൗണ്ടൻ ആണ്. അപ്പോൾ അത് തെറ്റി. ഫസ്റ്റും തെറ്റി, സെക്കൻഡും തെറ്റി. നോർത്ത് അമേരിക്കയിലാണ് അപ്പലാച്ചിയൻ, അത് ഫോൾഡ് മൗണ്ടൻ ആണ്. അത് ശരിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് നോർത്ത് അമേരിക്കയിലെ അപ്പലാച്ചിയൻസ് ഓൾഡ് ഫോൾഡ് മൗണ്ടൻസാണ്. അപ്പോൾ അത് ശരിയാണ്. സൗത്ത് അമേരിക്കയിലാണ് ആൻഡിസ് യങ് ഫോൾഡ് മൗണ്ടൻ ആണ്. അപ്പോൾ അതും ശരിയാണ്. സോ തേർഡും ഫോർത്തും ശരിയാണ്. അപ്പോൾ ആൻസർ ചോദിച്ചു കഴിഞ്ഞാൽ ഹൗ മെനി ഓഫ് ദ എബവ് റോ ഈസ് ദ ഗിവൺ ഇൻഫർമേഷൻ കറക്റ്റ്ലി മാച്ച്ഡ്? only 2. ഓപ്ഷൻ ബി only 2. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ജോഗ്രഫി ക്വസ്റ്റ്യൻസിൻ്റെ റിവിഷൻ അല്ലെങ്കിൽ ജോഗ്രഫി ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ എടുക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കിയിരിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. രണ്ടാമത്തെ കാര്യം, ഇതിൽ ചോദിച്ചിരിക്കുന്ന
5% ക്വസ്റ്റ്യൻസും NCERTയിൽ നിന്നാണ്. സോ NCERT നന്നായി പഠിക്കണം. അതും +1 NCERT വൃത്തിയായിട്ടും കൃത്യമായിട്ടും പഠിച്ചിരിക്കണം. ഇനി കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ലോജിക് ഉപയോഗിക്കാവുന്നതാണ്. കറണ്ട് അഫയേഴ്സ് പഠിക്കുക, ലോജിക്കൽ ക്വസ്റ്റ്യൻസിന് ലോജിക് ഉപയോഗിക്കുക. അതിനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ. ഹാവ് എ നൈസ് ഡേ. തക്ഷശില IAS Academy. Aspire. Enroll. Achieve.